വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. കമന്നു കിടന്നുള്ള ഉറക്കം ഹൃദയാഘാത സാധ്യത കൂട്ടുമോ? ഡോക്ടർമാർ എന്തു പറയുന്നു എന്ന് നോക്കാം. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുത്തുന്ന ചെറിയ വീഴ്ചകൾ പോലും പലപ്പോഴും വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മെ എത്തിക്കാറുണ്ട്. ഹൃദയാരോഗ്യം മൊത്തത്തിലുള്ള ക്ഷേമത്തെ സൂചിപ്പിക്കുന്നതാണ്. പലപ്പോഴും നിർണായകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. കമഴ്ന്നു കിടന്നുള്ള ഉറക്കം പലപ്പോഴും അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഉറങ്ങുന്ന പൊസിഷനുകളുടെ സ്വാധീനം വിദഗ്ധർ അടുത്തിടെ പറയുന്നുണ്ട്. പലപ്പോഴും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഉറക്കത്തിന്റെ പൊസിഷൻ പറയുന്നത്. ഇത് അസ്വസ്ഥതകൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. കൂടുതൽ അറിയാൻ പോകാം വീഡിയോയിലേക്ക്. രക്തപ്രവാഹത്തിന് തടസ്സം. രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നുണ്ട് കമന്നു കിടന്നുള്ള ഉറക്കം. ഹൃദയത്തിലെ പേശികളിലെ ടിഷ്യുവിലേക്കുള്ള തുടർച്ചയായ രക്തപ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സം പലപ്പോഴും കോശങ്ങളുടെ പ്രവർത്തനരഹിതമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് വളരെയധികം അപകടകരമായ അവസ്ഥയാണ്. ഇത് പലപ്പോഴും കൂടുതൽ സങ്കീർണതയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ പരിഹാരം കാണേണ്ടത് അനിവാര്യമെന്നാണ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഗംഗാധനി പറയുന്നത്. കമഴ്ന്നു കിടന്നുറങ്ങുന്നതിന്റെ ആഘാതം. കമഴ്ന്നു കിടന്നുറങ്ങുന്നത് നെഞ്ചിനെ കംപ്രസ് ചെയ്ത് അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് ഹൃദയത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇത്തരത്തിൽ കമഴ്ന്നു കിടന്ന് ഉറങ്ങുന്നത് ശ്വാസം പരിമിതപ്പെടുത്തുകയും ഹൃദയത്തിന് ആയാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിന് മറ്റു തരത്തിലുള്ള ഉറക്കത്തിന്റെ പരീക്ഷിക്കേണ്ടതാണ്. ഉറക്കവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധം. ഉറക്കവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധത്തെ നിസ്സാരമായി കാണേണ്ടതല്ല. പലപ്പോഴും കമഴ്ന്നു കിടന്നുറങ്ങുന്നതും ഹൃദയാഘാതവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇത് ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു. പലപ്പോഴും ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വശം ചെരിഞ്ഞ് ഉറങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഹൃദയാഘാത സാധ്യത കുറവാണെന്ന് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വർഷ പറയുന്നു. അവസാനമായി മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. കമഴ്ന്നു കിടന്നുറങ്ങുന്നത് വഴി പലപ്പോഴും അത് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളെയും ദോഷമായി ബാധിക്കുന്നു. ചിലരിൽ അത് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കൂടാതെ നട്ടലിന് അധിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കൂടാതെ കട്ടിലിൽ മുഖം കുനിച്ചു കിടക്കുമ്പോൾ നെഞ്ചിലും വയറിലും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു. നാഡികളിലും നട്ടലുകളിലും ഇത് സമ്മർദ്ദം നൽകുകയും പലപ്പോഴും ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കമിഴ്ന്നു കിടന്നുറങ്ങാൻ പാടുള്ളതല്ല. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.